ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകാൻ പോകുന്നത് വയനാട് ജില്ലയിലെ തന്നെ വൈത്തിരി എന്ന് പറയുന്ന താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന എന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പൂക്കോട് തടാകത്തിന് സമീപം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ യാത്ര തികച്ചും യാദൃശ്ചികമാണ്. എന്നൂർ പോകാമെന്നുള്ളത് ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നല്ല. പിന്നെ കല്യാണത്തിന് വന്നതായതുകൊണ്ട് കുറച്ച് ടൈം ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. നമുക്കെന്തായാലും എന്നൂരിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണാം. ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ജോളിയൊക്കെ അടിച്ച് എൻജോയ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം എല്ലാവരും കൂടെ പോരെ. പിന്നെ ഒരു വളമാണ് ഈ തെണ്ടി അവിടത്തേക്ക് ചെയ്യരുത്. എന്റെ വീട്ടിൽ ആരുമില്ല. ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഇവളെ പേരാണ്, ഇവളാണ് മെയിൻ വിഷയം. അല്ലെങ്കിൽ മോൻ കാണുന്നതായിരുന്നു. ഇതൊരു പെണ്ണാണ്, ആണാണെന്ന് വിചാരിക്കും. മുടി ഇവിടം വരെ ഇതാണാണ്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. എന്നൂർ എന്നത് പൂർണ്ണമായും ആദിവാസി ജീവിത രീതിയും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന ഒരു ഗ്രാമ മാതൃകയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് എടുത്തൊന്നും നമുക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് വ്ളോഗിൽ കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം നിങ്ങളുടെ കമൻസിലൂടെ വേണം എന്തൊക്കെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് പറഞ്ഞു തരേണ്ടത്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതിനാൽ തന്നെ കുറച്ച് ജോളിയായിട്ടും കുറച്ച് അലമ്പൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇതിലേ അല്ല കയറേണ്ടത്, അപ്പുറത്തൂടെ കൊണ്ടൊരു വഴിയുണ്ട്, അതിലേ കയറി അവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മള് ഇവിടുന്ന് ജീപ്പ് കയറ്റണം. ഇതേതാ കുന്തളിക്കുന്ന ടീമൊക്കെ പോകുന്നുണ്ട്. അണ്ണ അന്തപ്പക്കം പോയിട്ട് അന്ത വഴി വന്ന് അങ്ക വളി വിട്ട് ഇങ്ക വരിക. അന്ത വളിയല്ലേ, വേറെ വളി. ശ്രീഹള്ളി പോള വളി. ഇവിടെ ബൈക്കിനൊക്കെയുള്ള പാർക്കിംഗ് ഉണ്ട്, പക്ഷേ ഇവിടെയല്ല കാറ് പാർക്ക് ചെയ്യേണ്ടത്. അത് ആ മെയിൻ ഗേറ്റിൽ കൂടെ കയറാണ്ട് കുറച്ച് അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ പുറകെ കൂടെയുള്ള വഴി കൂടെ നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാവുന്നതാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ജീപ്പിന് പോകാനുള്ള ടോക്കൺ ഇവിടെ നിന്നാണ് തരിക. അപ്പം നമ്മൾ ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് ടോക്കണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ജീപ്പിൻ്റെ അടുത്തേക്ക് പോകാൻ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ജീപ്പിൽ കയറി പോവാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മേ ബി ജീപ്പിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ സ്പ്ലിറ്റായിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഈ ജീപ്പിലും കുറച്ച് പേര് ആ പുറകിലുള്ള ജീപ്പിലാണ് കയറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറിനും ബൈക്കിനൊക്കെ മുകളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. വഴിയും കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വഴിയാണ്. ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗട്ടറും കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. മുകളിലേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുറേ ഭാഗം കോൺക്രീറ്റ് ആണ്, കുറേ ഭാഗം ടാറിങ് ആണ്, നല്ല വഴിയൊക്കെയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളൊന്നും പാർക്ക് ചെയ്തിടാനുള്ള സ്പേസ് ഇല്ല. അപ്പം അവിടെ എല്ലാവരും കൂടെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാവും. അതായിരിക്കാം ഇവർ ഈ ജീപ്പ് സർവീസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ജീപ്പുകാർക്കും ഒരു തൊഴിലാവുമല്ലോ.
ഒന്നും പറയല്ല, അവിടെ ചെല്ലിട്ട് പറയാം. ഇതാണ് എന്നൂരിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ വരെ നമുക്ക് ജീപ്പൊക്കെ വരുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് മുകളിലേക്ക് നടന്നു പോകാനുണ്ട്. നല്ല സൂപ്പർ മഴയാണ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ, ഒരു രക്ഷയില്ല. ഫോട്ടോഗ്രാഫർ സത്രം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്നു. രാവിലെ 9 മണി തൊട്ട് 4:30 വരെയാണ് സന്ദർശന സമയം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു കോടയൊക്കെ ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെ അതെ, മലയാളം പറഞ്ഞ വേറെ നേരം പരപരാന്ന് വെളുത്തു, പക്ഷെ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30. 40. എന്നിട്ട് പുള്ളിയുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ പ്രായം ഒരെണ്ണം 21, 23, 24, 27. കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള പുള്ളി ആ നരച്ചിട്ട് മുടിയുള്ളതായി പ്രായം 30. ഓക്കെ, അപ്പൊ പിന്നെ ആ നിൽക്കുന്നവരുടെ അത് 33. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കിഡാണ് ഈ നിൽക്കുന്ന കിഡ്. ഇവനാണ് നിങ്ങൾ ഈ കാണുന്ന തോന്നിവാസം മുഴുവൻ പകർത്തുന്ന ഈ ജട്ടിയിട്ട അലവരാതിയാണ് സബികൾ. ഞങ്ങൾ ഒരു കുട കീഴിൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ മഴ പെയ്യുന്നൊരു ചാൻസ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഇപ്പം അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കിവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ ചായയോ അങ്ങനെ ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഐസ്ക്രീംസും അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഇവിടുന്ന് ഒരു ഐസ്ക്രീമും കോഫിയൊക്കെ കുടിച്ചിട്ട് മുകളിലേക്ക് പോകാമെന്നും കരുതിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ കുറയോ ഇല്ലയോ എന്നും കൂടെ നോക്കണം. മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. എല്ലാവരും ഐസ്ക്രീം തിന്നൊന്നും തിരക്കില്ല. ഇത് പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. നനഞ്ഞ കോഴി എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ വന്നതാണ്. അപ്പം മഴയും പെയ്ത് ഒരു നല്ല സൂചനയാണിത് പരിപാടിക്ക്. പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. മഴ എന്തായാലും നമ്മളെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് ജീപ്പിന് വന്ന ചേട്ടന്മാരാണ്. ഇവരൊക്കെ വന്നപാടെ മുകളിലേക്ക് പോയതാണ് മഴയും കൊണ്ടിട്ട്. നമ്മളെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മഴ കുറയാത്തതുകൊണ്ട് മുകളിൽ എന്താ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണണമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രം മുകളിലേക്ക് പോവാണ്, ബാക്കി എല്ലാവരും താഴെ ഇരിപ്പുണ്ട്. ഇത് 2 പേര് കുടയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ മുകളിൽ പോയിട്ട് വരുന്നുണ്ട്. ഈ വലിയ കുട ഇനി ഇവരുടെ നിന്ന് വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ മുകളിലേക്ക് പോകാൻ. അങ്ങനെയൊന്നും നോക്കാനുള്ള ആവശ്യമില്ല. നോക്കാൻ എന്താന്ന് കാണാനോ. അതാ നോക്കൂ ഒരു പറവ. ഇനി നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ പരമ്പരാഗത രീതിയിൽ ആദിവാസികളുടെ വീടുകളും അവരുടെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ശരിക്കും ഒരു മാതൃകയാണിത്. കേരളത്തിലെ നമ്മുടെ ആദിവാസി സമൂഹങ്ങളുടെ സംസ്കാരവും പൈതൃകവും എന്നിവയൊക്കെ സംരക്ഷിക്കുക എന്നാണ് ഇങ്ങനെയൊരു ഗ്രാമം ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യം. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പണ്ട് കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്ന സാഹചര്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു.
എന്നിരുന്നാലും അവിടെ വരെ പോകാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ട ടൈം ഏകദേശമായി. അപ്പോൾ താഴേന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. അതുകൊണ്ട് തന്നെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അടിപൊളിയായിരുന്നു. പക്ഷെ അവിടെ പോകാൻ പറ്റാത്തതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. ആശുപത്രിയെ പേടിച്ചുകൊണ്ട് മാത്രമേ പോയില്ല. അതെ, താഴെ ഒരുത്തൻ വടിയടിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ സമയം പോയത് മഴ പെയ്തതോടെ ആളുടെ ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ മഴയുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. മഴ നനഞ്ഞ് കാണാവുന്ന കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ടൈമും കുറേ പോയി. മഴ പോകുന്നിടത്ത് വെയിറ്റ് ചെയ്ത് ടൈമും കുറേ പോയി. അങ്ങനെ എന്തായാലും തിരിച്ചു പോകാമെന്ന് വെച്ചു. അങ്ങനെ തിരിച്ചു പോകാമെന്ന് വെച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും മഴ ഞങ്ങളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞങ്ങൾ കുടയെല്ലാം ചുരുക്കി താഴേക്ക് പോവാം. എന്തായാലും അടിപൊളിയായില്ലേ? ഇതൊക്കെ നല്ല വെയിലായി. ഞങ്ങളെന്തോ ഒരു ദേഷ്യമുള്ള പോലെയായിരുന്നു. ബട്ട് ഇത്രയും വെയിലുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു തണുപ്പും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. മഴ കൊള്ളായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയില്ല. അതുമാത്രമേ ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ജീപ്പുകളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ താഴേന്ന് ടോക്കൺ കിട്ടിയ അനുസരിച്ചിട്ടാണ് ഇവിടുന്നും നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓരോ ടോക്കൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുന്ന് ശരിക്കുമുള്ള താഴേക്കുള്ള വ്യൂ. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ജീപ്പിൽ കയറി. ഞങ്ങളുടെ ടോക്കണിൻ്റെ ടൈമായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ എടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. ഞങ്ങളങ്ങനെ താഴെ എത്തി. ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിങ്. ഇവിടെ അത്യാവശ്യം കാർ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കടയുണ്ട്. നമുക്ക് ഈ ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയും നെല്ലിക്ക അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ എന്തായാലും ഇത് കണ്ടാൽ ഞങ്ങളാരും വെറുതെ വിടാറില്ല. അപ്പോൾ എല്ലാവരും ഓരോരോ പീസുകളൊക്കെ എടുത്ത് കടിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ എന്റെ എക്സ്പ്രഷൻ കണ്ട ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ കഷ്ടപ്പെട്ട് തിന്നാണ്. നല്ല ഇഷ്ടപ്പെട്ട് തിന്നണം. പക്ഷെ എക്സ്പ്രഷൻ വരുന്നത് വേറെ. അതുകൊണ്ട് നല്ല റിവ്യൂ കൊടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ. കൈ കഴുകാനുള്ള പുതിയൊരു ടെക്നോളജിയാണിത്. ഇദ്ദേഹം ഈ വളരെ കഷ്ടപ്പെട്ട് കഴിക്കാൻ ശ്രമിക്കുന്ന സാധനം മാങ്ങ തിര എന്ന് പറയുന്ന സാധനമാണ്. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് പച്ചമാങ്ങയാണോ പഴുത്ത മാങ്ങയാണോ? അങ്ങനെ ഇടുന്നല്ലേ. മാങ്ങ തിര എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ല മധുരമാണ്. ഒരു രക്ഷയില്ല. ഞങ്ങളെന്തായാലും ഇവിടുന്ന് ഇനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. റൂമിലെത്തിയിട്ട് വേണം ബാക്കി കല്യാണ പരിപാടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി. താങ്ക് യു.